ഓക്കെ ഗൈസ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലേയേഴ്സ് കോൺസെപ്റ്റ് ആണ്. എങ്ങനെയാണ് ലേയേഴ്സ് വർക്ക് ആവുന്നത് ഫോട്ടോഷോപ്പിൽ എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ജസ്റ്റ് ക്രിയേറ്റ് ന്യൂ എന്ന ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ അകത്ത് പോവാം. ഇവിടെ ഞാൻ എപ്പോഴും പോലെ ജസ്റ്റ് അതിനൊരു വിത്തും അതുപോലെ അതിനൊരു ഹൈറ്റും ഫിക്സ് ചെയ്യാണ്. അതുപോലെ റെസൊല്യൂഷൻ 300 ആണ്. ജസ്റ്റ് വി നീഡ് ടു ഗിവ് ക്രിയേറ്റ്. ഓക്കെ, സോ ഇതാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഇപ്പോ ലേയേഴ്സ് കോൺസെപ്റ്റ് എങ്ങനെ വർക്ക് ആവും നോക്കാം. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ആദ്യം നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ലോക്കിലിരിക്കത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അൺലോക്ക് ആവും. ദ സെയിം ടൈം ഇത് ലേയേഴ്സ് ആയിട്ട് കൺവേർട്ട് ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഓരോ ലേയേഴ്സ് ആയിട്ട് നമ്മൾ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് എങ്ങനെയാണ് ലേയേഴ്സ് കോൺസെപ്റ്റ് വർക്ക്ഔട്ട് ആവുന്നത് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു. ഇതിൽ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഒരു ന്യൂ ലെയർ ഒന്ന് ക്രിയേറ്റ് ചെയ്തു. ഈ ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോ ആ ലെയറിലാണ് ഞാൻ ഉള്ളത്. ജസ്റ്റ് ഇപ്പോ ഒരു റെക്ടാങ്കിൾ മാർജിൻ ടൂളിനെ യൂസ് ചെയ്ത് ജസ്റ്റ് ആ ലെയറിനെ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തു. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് ഇപ്പോ ആ ലെയറിന് ഞാൻ ഒരു സെപ്പറേറ്റ് കളർ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു റെഡ് കളർ ആ ലെയറിന് കൊടുക്കുകയാണ്. സോ നമ്മൾ എപ്പോഴും പോലെ അതിന്റെ പെയിന്റ് ബക്കറ്റ് ടൂൾ യൂസ് ചെയ്ത് ആ ലെയറിന് ഞാൻ ഒരു കളർ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ ഇരിക്കുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ ആണ്, ഉയരമുള്ളത് ഈ റെഡ് ലെയർ ആണ്. അപ്പൊ ഉയരം ഏത് ലെയർ ആണോ ഉള്ളത് ആ ലെയർ ആണ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നത്. ഇപ്പൊ അതുപോലെ തിരിച്ച് ഇന്നൊരു ലെയർ ഞാൻ ഓപ്പൺ ചെയ്തു. ആ ഓപ്പൺ ചെയ്ത് ഇപ്പൊ ഞാനുള്ളത് ആ ലെയറിലാണ്. ഇപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ലെയർ സെലക്ട് ആണോ നോക്കിയോളുക. ആ ലെയർ സെലക്ട് ചെയ്ത് തിരിച്ചും അതുപോലെ ഒരു റെക്ടാങ്കിൾ മാർജിൻ ടൂൾ യൂസ് ചെയ്ത് ജസ്റ്റ് ആ ലെയറിനെ സെലക്ട് ചെയ്തു. ഇപ്പോ ആ ലെയറിന്റെ പുറത്ത് ഞാൻ ഇന്നൊരു കളർ കൊടുക്കാൻ പോവാണ്. സോ ജസ്റ്റ് ഒരു ഗ്രീൻ കളർ കൊടുക്കാം. ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് ഗ്രീൻ കളറാണ്. അപ്പോ ഉയരമുള്ള ആ ഏത് ലെയർ ആണോ ആ ലെയറിന്റെ കളറാണ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആവുന്നത്. സോ ഉയര ഉള്ള ലെയർ ഏത് ഒബ്ജക്റ്റീവ് ആണോ ഷോ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റീവ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഞാൻ ഈ താഴെ ഉള്ള റെഡ് ലെയറിനെ ഇങ്ങനെ ക്രാക്ക് ചെയ്ത് ഉയരം കൊണ്ടുവന്നുണ്ടെങ്കിൽ അപ്പൊ ഈ റെഡ് നമുക്ക് കാണും. ഓക്കെ ഫൈൻ. ഇപ്പൊ തിരിച്ച് ഇന്നൊരു ലെയർ ഓപ്പൺ ചെയ്യാം. ഈ ലെയറിന് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് അതുപോലെ ഞാൻ റെക്ടാങ്കിൾ മാർജിൻ ടൂൾ യൂസ് ചെയ്തു. ഒരു കളർ കൊടുത്തു. ആ കളറിന് ഞാൻ ഇന്നും വേറെ ഏതെങ്കിലും ഒരു കളർ ഞാൻ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് ഒരു യെല്ലോ കളറാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എങ്ങനെയാണ് ഈ ലെയർ കോൺസെപ്റ്റ് വർക്ക് ആവുന്നത്. അപ്പോൾ ഉയരമുള്ള കളറാണ് നമുക്ക് കാണുന്നത്. ഇപ്പോ ജസ്റ്റ് ഇത് യെല്ലോ ആണ്, താഴെ റെഡ് ആണ്, അതിന്റെ താഴെ ഗ്രീൻ ആണ്. ഓക്കെ, ഇപ്പൊ ഈ യെല്ലോ ലെയറിനെ ഫിക്സ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് എറേസർ ടൂൾ എടുത്ത് എറേസർ ടൂളിനെ ഞാൻ കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാം. അതിന് ഹാർഡ്നെസ് കൂടിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് സെന്ററിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്നത് താഴെയുള്ള റെഡ് ലെയറിന്റെ കളറാണ് അല്ലെ. ഇപ്പൊ അതുപോലെ തിരിച്ചിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഈ യെല്ലോ ഈ റെഡ് ലെയറിനെ സെലക്ട് ചെയ്തു. ഈ റെഡ് ലെയറിനെ സെലക്ട് ചെയ്തിട്ട് ഇപ്പോ ഞാൻ അതിന്റെ സൈസിനെ കുറച്ചുകൂടെ കുറച്ചിട്ട് ഇപ്പോ ഇതിന് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇപ്പൊ നമ്മൾ കാണുന്നത് അതിന്റെ താഴെയുള്ള ഗ്രീൻ ആണ്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളിവിടെ ഒരു ലെയറിനെ ഇങ്ങനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ ഒരു ലെയറിനെ ഡെലിറ്റ് ചെയ്യണമെങ്കിൽ ആ ലെയറിനെ സെലക്ട് ചെയ്ത് ഡെലിറ്റ് ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡെലിറ്റ് ലെയർ എന്ന ഓപ്ഷൻ നമ്മൾ കൊടുത്താൽ മതി. ഡെലിറ്റ് ലെയർ കൊടുത്തുണ്ടെങ്കിൽ ആ ലെയർ നമുക്ക് ഡെലിറ്റ് ആവുന്നത് കാണാൻ പറ്റും. അതുപോലെ ഒരു ലെയറിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ആ ലെയറിനെ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ ചെയ്താൽ മതി. ആ ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ നമുക്ക് ഉണ്ടാവുന്നത് കാണാൻ പറ്റും. ആ ഡ്യൂപ്ലിക്കേറ്റ് നെയിം ലെയറിന്റെ നെയിം ലെയർ 3 കോപ്പി എന്ന് തന്നെ വരും. ഓക്കെ, ഇതിനെ വൺസ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലെയറിന്റെ നെയിം വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് ആ ലെയറിന്റെ നെയിം ജസ്റ്റ് എന്ത് വേണോ അതുപോലെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ആ ലെയറിന്റെ നെയിം. ഓക്കെ, അതുപോലെ ഈ പർട്ടിക്കുലർ ലെയറിനൊക്കെ ഞാനൊന്ന് ഒരു ഫോൾഡറിന്റെ അകത്താണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫോൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ലെയറിനൊക്കെ എനിക്ക് ഈ ഫോൾഡറിന്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോ അതുപോലെ ആ ലേയേഴ്സിനെ മുഴുവൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഫോൾഡറിന്റെ അകത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാം. സോ ഇപ്പൊ ഈ ഫോൾഡറിനെ മാത്രം നിങ്ങൾക്ക് ട്യൂൺ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ലേയേഴ്സ് ഒക്കെ പോകുന്നത് കാണാൻ പറ്റും.